ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിദ്യാർത്ഥി ലോകം ഈസിലേക്ക് സ്വാഗതം. വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഗ്ലോബൽ എൻക്യാഷ് ക്രാഷ് ടെസ്റ്റുകൾക്ക് സമാനമായി ഭാരത് ന്യൂ കാർ അസസ്മെൻറ്റ് പ്രോഗ്രാമിന് അംഗീകാരം നൽകിയതായി കേന്ദ്ര സർക്കാർ. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇത് സംബന്ധിച്ച കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഗ്ലോബൽ, ASEAN തുടങ്ങിയ ക്രാഷ് ടെസ്റ്റുകൾക്ക് സമാനമായ ഇടപരീക്ഷയുടെ അടിസ്ഥാനത്തിൽ വാഹനങ്ങൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകി ഇന്ത്യയിൽ വിൽക്കുന്ന വാഹനങ്ങളുടെ സുരക്ഷ വിലയിരുത്തുമെന്നാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചത്. ഗ്ലോബൽ എൻക്യാഷ് പ്രോട്ടോക്കോളുകൾക്ക് സമാനമായിരിക്കും ഭാരത് NCPയുടെ പ്രോട്ടോക്കോളുകളുമെന്നാണ് റിപ്പോർട്ടുകൾ. വാഹന നിർമ്മാതാക്കൾ അവരവരുടെ ഇൻഹൗസ് ടെസ്റ്റിംഗ് സൗകര്യങ്ങൾ പരീക്ഷിക്കാനുള്ള അനുമതി ഇതുവഴി ഉറപ്പാക്കുന്നുണ്ട്. ക്രാഷ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റാർ റേറ്റിംഗ് നൽകുന്നതിലൂടെ വാഹനങ്ങളുടെയും യാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വാഹനങ്ങളുടെ കയറ്റുമതി യോഗ്യത വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്ന് മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. ഈ സംവിധാനം പ്രാബല്യത്തിൽ വരുത്തുന്നതോടെ സുരക്ഷയുറപ്പാക്കുന്നതിനുള്ള വാഹന നിർമ്മാതാക്കൾ തമ്മിലുള്ള ആരോഗ്യപരമായ മത്സരങ്ങളും ഉറപ്പാക്കാൻ സാധിച്ചേക്കാമെന്നാണ് പ്രതീക്ഷ. വിദേശ രാജ്യങ്ങളിൽ നടക്കുന്നത് പോലെ വാഹനങ്ങളുടെ ഈടും കരുത്തും ഉറപ്പാക്കുന്നതിനുള്ള ക്രാഷ് ടെസ്റ്റ് ഇന്ത്യയിൽ നടത്തുമെന്ന് 2016 സർക്കാർ വാഹന നിർമ്മാതാക്കളെ അറിയിച്ചിരുന്നു. ഇത് വാഹന നിർമ്മാതാക്കൾ തന്നെ നടപ്പിലാക്കണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ ഈ ആശയം പ്രാവർത്തികമാകാതെ പോകുകയായിരുന്നു. SUV പോലെ 7 പേർ യാത്ര ചെയ്യുന്ന വാഹനങ്ങളിൽ 6 എയർ ബാഗ് നിർബന്ധമായും നൽകണമെന്ന് കേന്ദ്ര സർക്കാർ അടുത്തിടെയാണ് വാഹന നിർമ്മാതാക്കൾക്ക് നിർദ്ദേശം നൽകിയത്. വരും മാസങ്ങളിൽ ഇത് നിർബന്ധിക്കാനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നാളത്തെ രാജ്യത്തെ പ്രധാന വാർത്തയുടെ വിശകലനവുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.